ഹലോ ഗായ്സ്, ടൂൺ സ്റ്റോറി ജിജിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ആദ്യം, അതായത് 2018 താണോസിന് അവഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റിയത്, സ്റ്റോൺസ് ഒക്കെ എടുക്കാൻ പറ്റിയത്, അതുപോലെ എന്തുകൊണ്ട് 2012 നിന്ന് വന്ന താണോസിന് അവഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അതായത് 2012 നിന്ന് വന്ന താണോസിനെ എങ്ങനെ അവഞ്ചേഴ്സ് തോൽപ്പിച്ചു, അതിനെപ്പറ്റിയുള്ള ചില അവരുടെ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കാദ്യം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഇൻഫിനിറ്റി വാറിൻ്റെ സമയത്തുള്ള ആ ഒരു താണോസ്. ആ താണോസ് എന്ന് പറഞ്ഞാൽ 2018 താണോസ് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് സ്റ്റോൺസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് അവർ കറക്റ്റായിട്ടുള്ള എനിമീസിനെ ജഡ്ജ് ചെയ്ത് എങ്ങനെ അവരെ തോൽപ്പിക്കാമെന്ന് ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടായിരുന്നു താണോസ് ആ ഒരു കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതുമാത്രമല്ല, ആ സമയത്ത് അവഞ്ചേഴ്സ് അൺഅസംബിൾഡ് ആയിരുന്നു. അതായത് ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയും വേറൊരു വശത്ത്, അയൺമാനും സ്പൈഡർമാനും ഒക്കെ വേറൊരു വശത്ത്, അങ്ങനെ പലരും പല വഴിക്ക് പൊട്ടി ചിതറിപ്പോയൊരു സമയമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ താണോസിന് അതൊരു അഡ്വാൻറ്റേജ് ആയി. താണോസ് അവസരം നന്നായി മുതലെടുക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു. അത് നമുക്ക് അതിൻ്റെ തെളിവ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഈ താണോസ് വരുന്ന സമയം, അതായത് 2018 ഭൂമിയിലുണ്ടായിരുന്ന ഒരു കുറേ അധികം പവർഫുൾ ആൾക്കാരും ആ സമയത്ത് ഇല്ലായിരുന്നു. അതായത് നമ്മളെ ഓഡിൻ, പിന്നെ ഏൻഷ്യൻ വൺ, അങ്ങനെ പല പിന്നെ അങ്ങനെ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ ആ സമയം ഭൂമിയിലല്ല, ലോകത്തിൽ തന്നെ ഇല്ലായിരുന്നു. അതായത് തോർ റാഗ്നറോക്കിൽ ഓഡിൻ മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയ്ക്കകത്ത് ഏൻഷ്യൻ വൺ മരിക്കുന്നതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം മുതലെടുത്തുള്ളൊരു വരവായിരുന്നു താണോസിൻ്റെ എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്ത് വന്നാലും ഇനി സ്റ്റോൺസ് കളക്ട് ചെയ്ത് തീർക്കും എന്ന്, അതായത് എല്ലാ സ്റ്റോൺസും കളക്ട് ചെയ്യുമെന്ന് താണോസ് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് നീങ്ങിയിരുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഗമോറയെ വരെ കൊല്ലാനായിട്ട്, അതായത് താണോസിന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകളായ ഗമോറയെ കൊല്ലാൻ പോലും താണോസ് തയ്യാറായതിന് കാരണം അതുതന്നെയാണ്. താണോസ് എങ്ങനെയെങ്കിലും പോപ്പുലേഷൻ പകുതിയാക്കണം എന്നുള്ളൊരു, അന്ന് 2018 താണോസ് എന്ന് പറഞ്ഞാൽ ഒരു ഈവിൽ വില്ലനായിട്ടല്ല കാണിക്കുന്ന, ഒരു ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ളൊരു ആ ഒരു രീതിയിലൊരു താണോസിനാണ് കാണിക്കുന്നത്. എന്തു വന്നാലും പോപ്പുലേഷൻ പകുതിയാക്കണം, അതായത് ടൈറ്റൻ, താണോസിൻ്റെ ഗ്രഹം നശിച്ചതുപോലെ മറ്റൊരു ഗ്രഹം നശിക്കരുത് എന്ന് താണോസിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താണോസിന് അതിനെപ്പറ്റി എങ്ങനെ ഈ സ്റ്റോൺസ് കളക്ട് ചെയ്യാമെന്ന് താണോസ് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് 2018 താണോസിന് അത്രയും പവർഫുൾ ആയത്. ഇനി നമ്മൾ 2012 താണോസിനെ നോക്കുകയാണെങ്കിൽ, ആ താണോസ് മറ്റേ താണോസിനെക്കാട്ടി കുറച്ച് ഏജ് കുറവാണ്. അതായത് ഏജ് കുറവാണ്. അതുപോലെ തന്നെ ആ സമയത്ത് താണോസ് ഒരു പമ്മി നിൽക്കുന്ന, അധികം ഒരുപാട് സൂപ്പർ ഹീറോസ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. എങ്ങനെ അവരെ തോൽപ്പിക്കാം എന്ന് താണോസ് ആ സമയത്തുള്ള അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒറിജിനൽ 6 അവഞ്ചേഴ്സിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെ തോൽപ്പിക്കാനുള്ള ടെക്നിക്സ് ഒക്കെ താണോസിന് അറിയായിരിക്കും ആ സമയത്തെ. അതുപോലെ തന്നെ ആൻറ്റ്മാൻ, വാസ്പ്, സ്പൈഡർമാൻ, സ്കാർലറ്റ് വിച്ച്, അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് താണോസിന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ താണോസ് സ്കാർലറ്റ് വിച്ചിൻ്റെ മുന്നിൽ ആദ്യം തോൽവി സമ്മതിക്കാൻ തുടങ്ങും. ഓൾമോസ്റ്റ് തോറ്റ് തൻ്റെ ആർമി നശിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും താണോസ് തൻ്റെ വെഹിക്കിളിൽ നിന്നും മിസൈൽസ് വിടാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് താണോസ് സ്കാർലറ്റ് വിച്ചിനെ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്നേരം തന്നെ താണോസ് മരിക്കേണ്ടതായിരുന്നു. പിന്നെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ആ 2012 താണോസ് ടൈം ട്രാവൽ നടത്തി 2018 വന്നപ്പോഴേക്കും അവഞ്ചേഴ്സ് അസംബിൾഡ് ആയിരുന്നു. അതായത് ഓൾമോസ്റ്റ് ആദ്യത്തെ വൈപ്പായി പോകാത്ത അവഞ്ചേഴ്സ് എല്ലാം ഒന്നിച്ചുണ്ടായിരുന്നതാനും ഹൾക്കിൻ്റെ വൈപ്പിന് ശേഷം ബാക്കിയുള്ള അവഞ്ചേഴ്സ് അവിടെ തിരിച്ചു വരികയും ചെയ്തു. അതായത് വൈപ്പായി പോയ അവഞ്ചേഴ്സ് തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ അവർ ഒരു അസംബിൾഡ് ടീം, അതാണ് അവഞ്ചേഴ്സ് അസംബിൾ, അങ്ങനെ ഒരു ഫുള്ളി ആർമഡ് ആൻഡ്
പ്ലാൻഡ് ടീം എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ടീമും കൊണ്ടാണ് അവഞ്ചേഴ്സ് താണോസിനെ തോൽപ്പിക്കാൻ ചെല്ലുന്നത്. ഇച്ചിരി പാടുപെട്ടെങ്കിലും ആ 2018 താണോസിനെ കൊല്ലാൻ തോർ ഒരു സെക്കൻഡ് മതിയായിരുന്നു. അതിൽ അത്രയും സമയം എടുത്തില്ലെന്നുണ്ടെങ്കിലും 2018 താണോസ് തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി വിശ്രമിക്കുന്ന സമയത്താണ് തോർ പോയി കൊല്ലുന്നത്. അതായത് സ്റ്റോൺസ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത വൈപ്പിൽ തൻ്റെ പകുതി എനർജിയും താണോസ് അവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. വേസ്റ്റ് ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം തോറിന് താണോസിനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റിയത്. പക്ഷേ 2012 നിന്ന് വന്ന താണോസിൻ്റെ ഭാവിയിലെ മരണം കണ്ടിട്ട് എല്ലാം നശിപ്പിക്കാനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു ആഗ്രഹം അല്ല, ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളൊരു കർത്തവ്യമല്ല 2012 താണോസിനുണ്ടായിരുന്നത്. എങ്ങനെ അവഞ്ചേഴ്സിനെ നശിപ്പിക്കുക. താണോസിനെ തോറ് കൊല്ലുന്ന ആ ഒരു ദൃശ്യം കണ്ടതോടുകൂടി താണോസ് മനുഷ്യന്മാർക്ക് നേരെ എതിരാവുകയാണ്. താണോസിൻ്റെ ആ ഒരു ആർമിയെ ഇറക്കി ലോകം മൊത്തം നശിപ്പിക്കാനാണ് താണോസ് അന്നേരം നോക്കുന്നത്. അതുവരെ താണോസ് ലോകത്തിലെ പകുതി പോപ്പുലേഷൻ കുറയ്ക്കാനാണ് നോക്കിയിരുന്നത്. അതിനു മുമ്പ് അതായിരുന്നു ലക്ഷ്യം. പക്ഷേ 2018 താണോസിൻ്റെ ലക്ഷ്യം അത് തന്നെ. 2012 താണോസ് 2012 എന്ന് പറഞ്ഞാൽ 2012 ഉണ്ടായ ആ ഒരു ആൾട്ടർനേറ്റീവ് ടൈം ലൈനിലെ താണോസ് അവഞ്ചേഴ്സിനെയും മനുഷ്യന്മാരെയും മുഴുവൻ നശിപ്പിക്കാൻ തന്നെയാണ് വരുന്നത്. ടൈം ട്രാവലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വേറൊരു വീഡിയോ കത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടൈം ട്രാവലാണ് അവഞ്ചേഴ്സിലുള്ളത്. അത് പെട്ടെന്ന് അങ്ങനെ കത്തത്തില്ല. ഒരു സിനിമ കണ്ട ഉടനെ കത്തണമെന്നില്ല. 3-4 പ്രാവശ്യം കണ്ട് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അല്ല, ചിലർക്ക് അത് ഒറ്റ വീഡിയോ കണ്ടാലും മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതോടുകൂടി എങ്ങനെയാണ് താണോസിനെ 2012 താണോസ് ടൈം ട്രാവൽ നടത്തി 2023 വന്നപ്പോൾ അവഞ്ചേഴ്സ് എങ്ങനെയാണ് തോൽപ്പിച്ചതെന്നും 2018 താണോസ് സ്റ്റോൺസ് എടുക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ട് അവഞ്ചേഴ്സ് തോറ്റു എന്നുള്ളതും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ടൂൺ സ്റ്റോറി GG ഫോളോ ചെയ്യുക. അതിൽ വരുന്ന ഫോട്ടോസ് ലൈക്ക് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലെ ടൂൺ സ്റ്റോറി GG പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇനിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ദിസ് ഈസ് ഗോകുൽ ഗോപൻ, സൈൻ ഔട്ട്. And this is Toon Story GG.